ഒരു കുഞ്ഞാടിനെ കൂടെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മള്. അഗർബത്തി, പൂവ്, കുങ്കുമം, നാരങ്ങ, വെറ്റില പാക്ക്, പിന്നെ കരിക്ക്. കരിക്ക്. അടുത്ത ഡെസ്റ്റിനേഷൻ മഹാരാജപുരം. അപ്പോൾ നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ തിരുപ്പതി, കന്യാകുമാരിയിലുള്ള തിരുപ്പതിയിൽ എത്തിയിരിക്കുവാണേ. ഹായ്, നമസ്കാരം. ഹായ്. അപ്പോ അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നിപ്പോ എവിടെയാ പോണേ അമ്മു? അമ്മൂടെ ടെറിയാത്. അപ്പൊ നമ്മൾ ഇന്നിപ്പോ പോവാൻ പോകുന്നത് ദില്ലെ അമ്മനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നാറുകോലിലാണ്. അത് നമ്മുടെ അളിയന്റെ കുടുംബക്ഷേത്രമാണ്. ഒരു നേർച്ച ഉണ്ടായിരുന്നു, അപ്പൊ അങ്ങനെ പോകുന്നതാണ്. അപ്പൊ എല്ലാരും റെഡി ആയിക്കൊണ്ട് ഞാനും അച്ഛനും അമ്മയും മീനും എല്ലാരും കൂടെ പോവാണ്. അപ്പൊ നമ്മുടെ ബാഗ് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് കാനഡയിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ അമ്മ നേർന്നതാണ്. അപ്പൊ എന്താ പറയാ, നമ്മള് കഴിഞ്ഞ 2 വർഷമായിട്ട് ട്രൈ ചെയ്ത് തുടങ്ങിയപ്പോഴ് ആദ്യം റിജക്ഷൻ ഒക്കെ ആയപ്പോഴ് അമ്മ നേർന്നതാണ്. അപ്പൊ എനിവേ എന്തായാലും പോയി എന്തായാലും കാണണമെന്നുള്ള ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മള് ഉറപ്പായിട്ട് അങ്ങ് തിരിക്കുകയാണ്. അപ്പൊ അമ്മയെ കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ പോകുന്ന വഴിയിലുള്ള വിശേഷങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് കാണാം അല്ലേ? അമ്മ എങ്ക ഇതില് ഒരു കുഞ്ഞാടിനെ കൂടെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മള്. എവിടെ എവിടെ? ഇത് നമ്മുടെ അവിടെ ഉള്ള മറ്റേ നെടുമങ്ങാടുള്ള ആ കുട്ടിയെ പോലെ ഇല്ല. ഇവിടെ അച്ഛനെവിടെ? ഇവിടെ എന്തിനാ വന്നേ? കഴിച്ചായിരുന്നോ? ഞാൻ അമ്മൂന് എന്ത് വേണം? ഒന്നും വേണ്ടാതെ ഇവിടെ നിന്ന് ഒരു അട്ടിയും മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്ത് വേണം? മൈലഞ്ച്. അപ്പൊ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പൊ നോർമൽ ഫുഡൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മളിത് ഇവിടെ നിന്ന് തിരിച്ചു. അപ്പൊ നേരെ മഹാരാജപുരത്താണ് പോകുന്നത്. നമ്മുടെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള മഹാരാജപുരം. അമ്മു, ഇതെന്താടാ ഒരമ്മ എപ്പടിയായിരിക്കുന്നത്? എനിക്ക് കുടിക്കാനല്ല, ഇത് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറെ ഫ്രൂട്ട്സും അങ്ങനെയുള്ള തട്ടത്തിലൊക്കെ വെച്ച് കൊടുക്കുന്ന സംഭവമുണ്ട്. അപ്പൊ അതിന്റെ കൂടെ കരിക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ കരിക്ക് റെഡി. என்ன கூப்பிடு. பார்க்கலாம் 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 பார்க்கலாம். அண்ணன் கூப்பிடுவாங்களா? அண்ணன் கூப்பிடுவாங்களா? அண்ணன் ஐயப்பா அத்தானோட அப்பா. தம்பி 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 கூப்பிடுவாங்களா அன்னைக்கு? പോയിട്ട് അവിടെ വാ, പോയിട്ട് മൂന്ന് മട്ട് തിരിച്ചുകൊണ്ട് കോയത്തോട്ട് സെറ്റ് ചെയ്തോ? എന്തൊക്കെയുണ്ട്?
ഇതില് ഫ്രൂട്ട്സ് ഉണ്ട്, പൂവ്, കർപ്പൂരം, അഗർബത്തി, പൂവ്, കുങ്കുമം, നാരങ്ങ, വെറ്റില പാക്ക്, പിന്നെ കരിക്ക്, കരിക്ക്, പിന്നെ നമ്മളൊരു വിളക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളക്കല്ലാതെ നിങ്ങൾക്ക് വന്ന ഓർമ്മയുണ്ട് ഇതിന്റെ കോവിൽ വന്ന് ശരിക്കും ചക്ക നിൽപ്പുണ്ട് കേട്ടോ. அப்படியா இங்க டேம்புக்கு மேல வீடு தானே. அப்போ அப்ப நாங்க இந்த காம்பவுண்டுக்குள்ள தானே இப்போ நம்ம நாங்க இந்த அரிசி எடுத்து எல்லாம் செய்து தானே. இல்ல 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 பரவாயில்ல, சொல்லுங்க சொல்லுங்க. நாங்க எல்லாம் சின்னதுலயே தெரியும். ஐயப்பா சுந்தரா தானே பரமசாமி பரமச மாமி, ஆமா, மணி மாமி, அப்பா எல்லாம் எனக்கு தெரியும். அனுப்பணும், எங்க அனுப்பணும்? உங்க தம்பி மகனுக்கு அனுப்பணும். ஆமா ஆமா, ஐயப்பானுக்கு ஐயப்பனுக்கு அனுப்பணும். எங்க அத்தை எங்க அத்தையை பாருங்க. ஆமா, இங்க வா இங்க வா இங்க வா டாமி, இங்க வா. ഹായ്, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. മഹാരാജപുരത്താണുള്ളത്. അപ്പോൾ മഹാരാജപുരത്ത് തില്ലൈ അമ്മൻ ടെമ്പിളിലാണ്. അവരുടെ കുടുംബക്ഷേത്രമാണ്. കഴിഞ്ഞ വർഷം ഉത്സവത്തിനും ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു, ഞാൻ വന്നില്ല. അതിന് മുമ്പുള്ള വർഷം ഞാൻ ഇവിടെ വന്ന് പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. നമ്മൾ അവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് എല്ലാവരും, ചെന്നൈയിൽ നിന്ന് ട്രിവാൻഡ്രത്ത് വരികയും അവിടെ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് വരികയായിരുന്നു. എൻ്റെ ഫാമിലി എല്ലാവരും ചെന്നൈയിലാണല്ലോ, അപ്പോൾ അവരെല്ലാവരും വന്നിട്ട് അവരെല്ലാവരും നമ്മൾ ഒത്ത് വരുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. പക്ഷേ അന്ന് ഞാൻ ഒരു തുടക്കക്കാരനായതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ടൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാനത് വീഡിയോ ഇട്ടില്ല. എന്നാൽ അത് അതൊരു വീഞ്ഞായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം, കുറേ ഭാഗങ്ങളൊക്കെ. ഇനി എന്തായാലും നിങ്ങൾ ആദ്യം അത് കണ്ടുവരും. ഓക്കെ, ഹായ് ഹായ്. അപ്പൊ ഇന്ന് രാവിലെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അളിയന്റെ നാട്ടില്, അതായത് കുടുംബക്ഷേത്രത്തിലുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളും അവിടെ കഴിക്കുന്ന ഭക്ഷണവും അവിടെ ഉള്ള ആൾക്കാരും ഒക്കെയാണ് ഇന്നെന്റെ കാറ്ററിംഗ്. நாகர்கோயில் நோக்கி போயிட்டு இருக்கோம். கன்னியாகுமரி போற வழியில மகாராஜபுரம்னு சொல்லிட்டு எங்க குலதெய்வம் இருக்கு. ஓகே, அங்க போயிட்டு தில்லை மாகாளி அம்மனை போயிட்டு தரிசனம் பண்ணிட்டு பூஜை பண்ணிட்டு നാളേക്കുള്ള ഫംഗ്ഷനുക്ക് வாழ்த்துக்கள் വാങ്ങിട്ട് വരാൻ പോறோம். ഇതൊക്കെയാണ് ചെറിയ വിശേഷങ്ങള്. അപ്പൊ എന്തായാലും അവിടെ പോയിട്ട് മറ്റുള്ള വിശേഷങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, ഓട്ടോ വുമൻ. ഇത് എങ്ക പോവും இந்த ഓട്ടോ? ഓട്ടോയിലടി എങ്ക വേണമല്ലോ ഇപ്പൊ. അവിടെയാ മാർത്താട്ട നമ്മളെത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോ ചിത്ര ഹോട്ടല്. ഓൾമോസ്റ്റ് കുറെ ആൾക്കാർക്ക്, തമിഴ്നാട് പോകുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ചിത്ര ഹോട്ടല്. അപ്പോ ചിത്രയില് ഫുഡൊക്കെ കഴിഞ്ഞു. കുഴപ്പമില്ലായിരുന്നു, എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ സർവീസിന്റെ ചെറിയ ചെറിയ പോരായ്മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ഡെസ്റ്റിനേഷൻ മഹാരാജപുരം. അങ്ങനെ കുറെ 2 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞിട്ട് നമ്മളപ്പോ മഹാരാജപുരം കോട്ടയാർ എന്ന സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എത്താറായി.
நல்லா இருக்குது. இல்லை இல்லை நம்ம பார்க்கணும் இது വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കാര്യം നമ്മളെ പേഴ്സണലായിട്ടുള്ള കുറേ വീട്ടിലെ ചെറിയ ചെറിയ ക്ഷേത്രത്തിലേക്കുള്ള ചെറിയ ചെറിയ നമ്മുടെ സംഭവമാണ്. കണ്ടിട്ടുണ്ടാവും. നമ്മൾ രാവിലെ കണ്ട ആളായിരുന്നില്ല പിന്നീട് നമ്മൾ കണ്ടത്. അപ്പോൾ എനിവേ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. വണക്കം വണക്കം. ബൈ ബൈ.
ஏது கிளாஸ்ல படிக்கிறேன்? 2ல படிக்கிறேன். பக்கத்துல என்ன ஸ்கூல் இல்லையா? இன்னும் இல்ல. சாப்பிட்டாச்சா? பேர் என்ன? அருண். ஓகே. நீங்கள் இங்கே இந்த வேறு கோவிலில் பண்ணுறீங்களா? பூஜை பண்ணுறீங்க? நல்லா பண்ணிடுங்க. தேங்க்யூ வெரி மச். சரி, உங்களோட பேர்? சண்முக அருண். சரி சரி, போய்டுவாங்க. ஹலோ, ஹாய் ஹாய் ஹாய், ஹவ் ஆர் யூ? ஹாய். நான் கொடு. அந்த அண்ணனையும் கூட கொடுத்துரு. அவனை கொடு. அந்த அண்ணனையும் கொடுக்கணுமே. உன்னோட பேர் என்ன? சொல்லிட்டு போ. ശരണ്യ. ഓക്കെ ശരണ്യ, ബൈ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ക്ഷേത്രത്തിൽ എല്ലാം കഴിഞ്ഞു. പൂജയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. എന്തായാലും ഭയങ്കര സന്തോഷമായി. വരണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ അത് വരാൻ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നേരെ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മൾ കന്യാകുമാരിക്ക് പോവുകയാണ്. മയില് കണ്ടോ? മയില് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ തിരുപ്പതി, കന്യാകുമാരിയിലുള്ള തിരുപ്പതിയിൽ എത്തിയിരിക്കുകയാണേ. അപ്പോൾ ഏകദേശം 5.5 ഏക്കറിലുള്ള തിരുപ്പതിയാണ്. നമുക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തിരുപ്പതിയിൽ പോയിരുന്നു. തിരുപ്പതിയിൽ പോകാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, അതുവരെ പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കന്യാകുമാരിയിലുള്ള തിരുപ്പതിയിൽ വരിക. എന്താ പറയുക, അടിപൊളി. എന്താ പറയുക, 2019 നിർമ്മിച്ച ക്ഷേത്രമാണ്. 2013 പണി തുടങ്ങി 2019 പണി കഴിപ്പിച്ച ക്ഷേത്രമാണ്. ഭയങ്കര വലിയ ക്ഷേത്രമാണ്. മസ്റ്റ് വിസിറ്റ് ആണ്, അല്ലേ? അതെ. ഇപ്പോൾ സമയം ഏകദേശം 5 മണി കഴിഞ്ഞു. 5:30 ആകുമ്പോൾ 5:30 മണിക്ക് ആണ് നട തുറക്കുന്നത്. അപ്പോൾ എല്ലാവരും നട തുറക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. മുകളിൽ ഗേറ്റ് ഇട്ടിട്ടുണ്ട്. ഈ പടിയേറി മുകളിൽ പോകുമ്പോൾ ഗേറ്റ് ആണ്, അത് തുറക്കും. വലിയ തിരക്കൊന്നുമില്ല. ഞാൻ ഒരിക്കൽ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്, അപ്പോഴും ആ തിരക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നു വലിയ ആൾക്കാർക്ക്, എൻ്റെ കഴിഞ്ഞ ദിവസം സുഹൃത്തുക്കൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സുഹൃത്തുക്കളോട് വന്നപ്പോൾ അവര് ഇത് കണ്ടിട്ടില്ല. കുറെ പേർക്കൊന്നും അറിയില്ല, അല്ലേ? പലർക്കും അറിയില്ല. അപ്പൊ അധികം വർഷം, ഇപ്പൊ 5 വർഷം ആവുന്നല്ലേ ഉള്ളു. അപ്പൊ അത് അറിയില്ല. അപ്പൊ എനിവേ എന്തായാലും കന്യാകുമാരി വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക. നല്ല വ്യൂ ആണ്. കാരണം ഇതിന്റെ ഏകദേശം മുകളിൽ കയറി കഴിഞ്ഞാൽ ഫുൾ ബീച്ച് കാണാം. ഫുൾ ചുറ്റും ബീച്ചാണ്. സൈഡില് വിവേകാനന്ദ റോക്സ് എല്ലാം ഇവിടെ തന്നെ കാണാം. ഇവിടെ സൺറൈസും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇച്ചിരി തിരക്കൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ 5:30 മണിയായി. ഇപ്പോൾ നട ഇപ്പോൾ തുറക്കും. ഇവിടുത്തെ ശ്രീ വെങ്കടേശ്വര ശിലയ്ക്കൊരു പ്രത്യേകതയാണ്. പറയാം. പറയൂ. പറഞ്ഞോളൂ. ഇത് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി എന്ന് വെച്ചാൽ എല്ലാ വർഷവും വിഷു ദിവസം ഉണ്ടല്ലോ, ഏപ്രിൽ 14 മിഡ് ഏപ്രിൽ ആ ടൈം സൂര്യന്റെ സൺലൈറ്റ് നേരെ വന്ന് വെങ്കടേശ്വരന്റെ ശിലയുടെ കാൽപാദത്തിലായിരിക്കും. രീതിക്കാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഭയങ്കര എന്താ പറയാ, പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന പാദത്തില് നിൽക്കുന്ന ഒരു വെങ്കടേശ്വര ശില്പമായിരിക്കും. അപ്പൊ ആ ദിവസം നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കൊക്കെ ഉണ്ടാവും. എന്നാലും അടിപൊളിയാണ് കാണാൻ എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല, ഒരിക്കൽ വരണം, അല്ലേ?
ദൂരെ നോക്കിയാൽ വിവേകാനന്ദപുരമാണ്. അമ്മ പ്രസാദം കൊടുക്കുക. പ്രസാദം കാന 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 കാന. എങ്ങനെയുണ്ട് തിരുപ്പതി പ്രസാദം? അടിപൊളി, നൈസ്. എന്തുവാണ് ഇത്? മധുരമാണോ? മധുരമല്ല, നെയ്യിലിങ്ങനെ കുളിച്ച് ഇച്ചിരി പെപ്പർ പൗഡർ ഒക്കെ ഇട്ട് അടിപൊളി. ഇവിടെ വന്ന മസ്റ്റായിട്ട് കിട്ടുന്ന സാധനം കേട്ടോ, പ്രസാദം മസ്റ്റാ കിട്ടിയിരിക്കും. നെയ്യില് കുളിച്ചടക്കുന്നു. വേറൊരു ടേസ്റ്റ് അല്ലേ? ഇപ്പോ സമയം 6:10. സണ്ണ് ഇവിടെ നിപ്പുണ്ട്. നമ്മള് ഇനിയിപ്പോ നേരെ കന്യാകുമാരി, സമയമില്ല, പെട്ടെന്ന് പോയാലേ കന്യാകുമാരിയിൽ എത്തിയാലേ സൺസെറ്റ് കാണാൻ പറ്റുള്ളൂ. അതായത് ഒരു 10-15 മിനിറ്റ് നമുക്ക് കന്യാകുമാരി എത്തണം. ചടേന്നങ്ങ് പോവാ. ഓടി വാ, നീ ഓട്. അമ്മു തിരക്കല്ല ഭയങ്കര. Madam, how is it? അങ്ങനെ നമ്മൾ കന്യാകുമാരിയിൽ എത്തിയിരിക്കുവാണ്. പക്ഷേ നമ്മുടെ സൂര്യ അസ്തമയം കാണാൻ പറ്റിയില്ല. സൂര്യൻ നമുക്ക് വേണ്ടി അല്പസമയം പോലും വെയിറ്റ് ചെയ്ത് നിന്നില്ല. അങ്ങനെ ഇവിടെ പാർക്ക് ചെയ്ത് ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ഭയങ്കര തിരക്കും നടന്നില്ല. എനിവേ എന്തായാലും കുഴപ്പമില്ല, ഞാൻ കുറേ പ്രാവശ്യം കണ്ടിട്ടുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്ന് യാത്ര അടിപൊളിയായിരുന്നു. യാത്ര അടിപൊളി എന്ന് പറയാൻ കാരണം നമുക്ക് മനസ്സിന് സന്തോഷം വരുന്ന കുറേ സംഭവങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാനും ഈ പറഞ്ഞ സമയങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നു. എനിവേ എന്തായാലും എല്ലാവരും ഹാപ്പിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസം മാത്രമല്ല, ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അമ്മയും അച്ഛനും എല്ലാവരും വളരെ ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ ദിവസം ഇന്ന് കന്യാകുമാരിയിൽ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ് അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പി അതന്നെ. അപ്പോൾ എന്താ പറയാനാ, ഭയങ്കര ഹാപ്പിയാണ്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടന്നു. ലാസ്റ്റ് കന്യാകുമാരിയിൽ വരാൻ കഴിഞ്ഞു. പക്ഷെ അസ്തമയം മാത്രം കാണാൻ പറ്റിയില്ല. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നില്ല 5 മിനിറ്റ് പോലും. ഇനി എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും, അതിനു മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും അമ്മ ഒരു ഷോർട്ട് ബ്രേക്ക് പറ. A short break.